തട്ടിക്കൊണ്ടുപോയവരുടെ ഇടയിൽ കഴിഞ്ഞ ദുരിത ദിനങ്ങൾ ഓർത്തെടുത്ത് നൈജീരിയൻ വൈദികൻ യോള കത്തോലിക്ക രൂപതാംഗമായ ഫാദർ ഒലിവർ ബൂബയാണ് തട്ടിക്കൊണ്ടുപോയവരുടെ കൈകളിലെ 10 ദിവസത്തെ ദയനീയ ദിനങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. തടങ്കലിലായപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ വില തിരിച്ചറിഞ്ഞതെന്നും ഇത് ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നുവെന്നും നാം വേദനിക്കുന്നത് കാണുന്നതിൽ അവർക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും തടവിലായിട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയില്ല. ഇത് ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു. തട്ടിക്കൊണ്ടുപോയവർ വേദനിപ്പിക്കാൻ എല്ലാം ചെയ്യുന്നു. നാം വേദനിക്കുന്നത് കാണുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടത് പണം മാത്രമാണെന്നും അതിനാൽ കൊല്ലില്ലെന്നും പറയും. അവർ പശുക്കളെ വിലപേശുന്നതുപോലെ മോചനദ്രവ്യത്തിനായി വിലപേശൽ തുടർന്നു എന്നും വൈദികൻ പറഞ്ഞു. 10 ദിവസത്തോളം അവർ തന്റെ ജീവനായി വിലപേശൽ തുടർന്നു. മോചനദ്രവ്യം നൽകുവാനെത്തിയ ഇടവക സെക്രട്ടറിയെയും അക്രമികൾ 2 ദിവസത്തേക്ക് ബന്ദികളാക്കി. ചർച്ചകൾക്കിടെ ഫോണിൽ തങ്ങളോട് അപമര്യാദയായി സംസാരിച്ചതായി ആരോപിച്ചായിരുന്നു അദ്ദേഹത്തെയും ബന്ദിയാക്കിയത്. ഒടുവിൽ മെയ് 30 വ്യാഴാഴ്ച 9 മണിയോടെ ഞങ്ങൾ 2 പേരെയും വിട്ടയക്കുകയായിരുന്നുവെന്നും ഫാദർ ഒലിവൽ പറഞ്ഞു. ആക്രമണങ്ങൾ, മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നിവയുമായി വ്യാപിച്ചിരിക്കുന്ന തീവ്രവാദികളുമായി നൈജീരിയൻ ജനത പോരാടുകയാണ്. 2019 മുതൽ ഇസ്ലാമിക ഭീകരവാദികളായ ബോക്കോ ഹറാം രാജ്യത്ത് പ്രധാന വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്.